ഏലിയാസ്ലീവ മൂശാകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ച രൂപാന്തരീകരണത്തിന്റെ മലമുകളിൽ നിന്നുള്ള ഒരു തിരിച്ചുവരവിനെ അല്ലെങ്കിൽ ഒരു മലയിറക്കത്തെയാണ് നാം ധ്യാനിക്കുന്നത്. രൂപാന്തരീകരണ വേളയില് ശിഷ്യർക്കുണ്ടായ ദൈവാനുഭവത്തിൽ തുടരുവാൻ അവർ ആഗ്രഹിക്കുമ്പോൾ ഒരു മലയിറക്കം ആവശ്യമാണെന്ന് ഈശോ അവരെ ഓർമ്മിപ്പിക്കുകയാണ്. തോളോട് തോൾ ചേർന്നു നടന്ന് അവരിൽ ഒരാളായി ജീവിച്ച ദൈവത്തെ തിരിച്ചറിയാനാകാതെ പോയപ്പോൾ പീഡാനുഭവ പ്രവചനത്തിന് തടസ്സം നിൽക്കുന്ന ശിഷ്യരെ നമുക്ക് കാണാനാവും. എന്നാൽ ദൈവാനുഭവത്തിന്റെ രൂപാന്തരീകരണം അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. രൂപാന്തരീകരണം സംഭവിച്ചാൽ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുതെന്ന് ആജ്ഞാപിക്കുന്ന ഈശോ, ഉദ്ധാന വെളിച്ചത്തിൽ മാത്രമേ യേശുവിന്റെ ജീവിതവും ദൗത്യവും മനസ്സിലാക്കാനാവൂ. ഇന്നത്തെ 4 വായനകളിലും ദൈവാനുഭവത്തിന്റെ ചങ്കിടിപ്പുമായി ഇറങ്ങി വരുന്നവരെ കാണാനാവും. മോശയും ഏലിയായും പത്രോസും യാക്കോബും യോഹന്നാനും. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 11:26 മോശയെ പറ്റി ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്: ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. ദൈവത്തെ അനുഭവിച്ചറിഞ്ഞാല് പിന്നെല്ലാം ഉച്ഛിഷ്ടമാണ്. ഈ ദൈവാനുഭവത്തിൽ നിന്നുകൊണ്ട് മോശ ആഴക്കടലിനെ വിഭജിച്ച് മരുഭൂമി പോലെ ഒരു പാതയൊരുക്കി, കരിമ്പാറയിൽ നിന്ന് മധുരിക്കുന്ന ജലമൊഴുക്കി, പാപത്തിന്റെ സുഖങ്ങളെ മറന്ന് ദൈവജനത്തിന്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേർന്നു. രണ്ടാമതായി ഏലിയ പ്രവാചകൻ. അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട് പന്തം പോലെ ജ്വലിക്കുന്ന വാക്കുകൾ പ്രഘോഷിച്ചവൻ. ദൈവാനുഭവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടച്ചു, മരിച്ചവനെ ഉയർപ്പിച്ചു, അഗ്നി ഇറക്കി, ഒടുവിൽ അഗ്നിയുടെ ചുഴലിക്കാറ്റിൽ മരണമില്ലാതെ എടുക്കപ്പെട്ടു. മോശയും ഏലിയായും ദൈവാനുഭവത്തിൽ നിന്ന് ദൈവജനത്തിനു വേണ്ടി അവരുടെ നിലവിളി കേട്ട് ജീവിച്ചവരാണ്. ജനതകളുടെ കഷ്ടതകളില് ദൈവത്തോട് നിലവിളിച്ചവർ, അവരോടൊപ്പം നിന്നവർ. ഈ താഴ്വാരങ്ങളിലേക്കുള്ള യാത്രയില് ഈശോ ശിഷ്യർക്ക് പരിചയമുള്ള ഏലിയായുടെ തീക്ഷ്ണതയും മൂശയുടെ ധൈര്യവുമുള്ള സ്നാപകനെ അനുസ്മരിക്കുന്നുണ്ട്, ഏലിയായോട് ഉപമിക്കുന്നുണ്ട്. സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് മനോഹരമായി സുവിശേഷങ്ങള് വിവരിക്കുന്നുണ്ട്. എന്നാല് ബാല്യകാലം അപ്രത്യക്ഷമാക്കി മാനസാന്തരപ്പെടുവിനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരു യുവാവിനെയാണ് പിന്നീട് സുവിശേഷങ്ങളില് നമുക്ക് കാണാനാവുന്നത്. തിരിച്ചറിവിന്റെ കാലം മുതൽ മരുഭൂമിയിൽ ദൈവാനുഭവത്തിനായി തപസ്സു ചെയ്ത സ്നാപകൻ ഒരു നിഴലായി ക്രിസ്തുവിന് വഴിയൊരുക്കി കടന്നു വരുന്നു. തന്റെ അഴകും സൗന്ദര്യവും മരുഭൂമിയിൽ ഉടച്ചു വാർത്തുകൊണ്ട് ക്രിസ്തുവിന്റെ ശബ്ദമാകുന്ന സ്നാപകൻ. എന്നാൽ ലോകം അവനെ ദ്വേഷിച്ചു. ഭ്രാന്തനെന്നും കാർക്കശ്യക്കാരനെന്നും ലോകം അവനെ വിളിച്ചു. നീതിക്കു വേണ്ടി, സത്യസന്ധതയ്ക്കു വേണ്ടി ആ കുഞ്ഞാടിന്റെ തല അറക്കപ്പെട്ടു. എല്ലാം മനുഷ്യപുത്രന്റെ പീഡനങ്ങളുടെ ഉന്നാസ്വാദനം. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവാനുഭവത്തിന്റെ രൂപാന്തരീകരണത്തിന് ശേഷം നീ മലയിറങ്ങണമെന്നാണ്. ഒഴുക്കിനൊത്തു നീന്താതെ ഒഴുക്കിനെതിരെ നീന്തണം. രൂപാന്തരീകരണത്തിന്റെ മലയിറങ്ങി ഈശോയും ശിഷ്യരും രോഗികളിലേക്കും പാവങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുകയാണ്. ദൈവാനുഭവത്തിന്റെ ചങ്കിടിപ്പുമായി ജീവിക്കുമ്പോൾ മോശയെ പോലെ നീയും ധീരനാകും. അതിനാദ്യം ദൈവാനുഭവം സ്വന്തമാക്കണം. ജീവിതത്തിലെ ചെറുതും വലുതുമായി ഏത് സാഹചര്യങ്ങളിലും ഒരു കുഞ്ഞിനെ പോലെ ദൈവ തിരുമുൻപിലായിരിക്കണം. അവനെ സ്നേഹിക്കണം. എന്തേ എനിക്ക് മാത്രം ഇങ്ങനെയെന്ന് കലഹിക്കണം, പരാതി പറയണം, എപ്പോഴും കൂടെ കൂട്ടണം. കണ്ണു തുറന്നാൽ കാണുന്നത് ക്രിസ്തുവിനെയും കണ്ണടയ്ക്കുമ്പോൾ അനുഭവിക്കേണ്ടത് അവന്റെ സ്നേഹവുമാകണം. ഇതാണ് ദൈവാനുഭവം. അനുകൂലവും പ്രതികൂലവുമായ ഏതു സാഹചര്യങ്ങളിലും ഏലിയായെ പോലെ ദൈവത്തോടുള്ള തീക്ഷ്ണത കൊണ്ടെരിയണം. സ്നാപകനെ പോലെ ക്രിസ്തുവിന്റെ നിഴലാവണം. സ്നാപകന് സംഭവിച്ചതുപോലെ നിന്നിലെ ക്രിസ്തുവിനെ ലോകം കാണണമെന്നില്ല. എന്നാല് ക്രിസ്തു നിന്നെ കുറിച്ച് ഏറ്റുപറയും, അവനിൽ ഞാനും അവൻ എന്നിലുമുണ്ടായിരുന്നെന്ന്. ആമേൻ.